ബിൻസിയാണ് കേട്ടോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസാണ് കേട്ടോ. നമുക്ക് ഓണം കളക്ഷൻ ആയിട്ടൊക്കെ വേറെ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തീസാണ്. അപ്പോൾ ഇനി ഓണം കളക്ഷൻ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും DTDC ബുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ സ്പീഡ് പോസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ബുക്ക് ചെയ്യുന്നവർ മാക്സിമം DTDC ത്രൂ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഐറ്റം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ നമുക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുർത്തീസിൻ്റെ കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം സെറ്റിൻ്റെ കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത്. തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടായിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയങ്ങളിൽ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കുർത്തി സെറ്റാണ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിൻ്റെ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ചിനോൺ എന്ന് പറഞ്ഞിട്ടൊരു ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോർജറ്റ് ഫീൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാടുന്നുണ്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ബ്രിക്ക് റെഡിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. റെഡ് അല്ല, ബ്രിക്ക് റെഡ് ആണ്. വീഡിയോയിൽ ഇത് ചിലപ്പോൾ റെഡിഷ് ആയിട്ടായിരിക്കും. ബ്രിക്ക് റെഡിൻ്റെ തന്നെ നല്ല തെളിഞ്ഞ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നെക്ക് യൂനെക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ വേറെ ഇരിക്കുന്നത് സെയിം പാറ്റേണിലാണ്. യോക്ക് പോർഷനിൽ വരുമ്പോഴത്തേക്കും ഒരു റോസ് ഗോൾഡിൻ്റെ ഒക്കെ കളർ വന്നിരിക്കുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെഷ് എംബ്രോയിഡറി ആണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ആണ് യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് 3/4 സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവ് ഇങ്ങനെ നമ്മൾ അധികം ചേർത്ത് അടിക്കുവാണെങ്കിൽ അധികം സീത്രൂ ആവുന്ന രീതിയിലല്ല, അതല്ലാത്ത നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വരുന്ന ഒരു സീത്രൂ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ചേർത്ത് അടിക്കുകയാണെങ്കിൽ അത്ര സീത്രൂ ആവുന്നില്ല. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന ബോട്ടം ആണെങ്കിലും സാൻഡൂളിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. സെയിം തന്നെ ഫാബ്രിക്കാണ് നമ്മുടെ ടോപ്പിനും ദുപ്പട്ടയ്ക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ബോട്ടം മാത്രം സാൻഡൂളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ വരുമ്പോൾ ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ആണ് കേട്ടോ. ഇതുപോലെ വരും. മെറ്റീരിയൽ വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ മെറ്റീരിയൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു ഗ്ലോയി ഫീലിംഗ് ഒക്കെ വരുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്കും ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയല്ല ബോട്ടം വന്നിരിക്കുന്നത് സാൻഡൂണിൻ്റെ മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ബോട്ടം വരുമ്പോഴത്തേക്കും ഒരു ടോൺ കൂടി ഡാർക്കായിട്ട് നിൽക്കുന്ന കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ടോപ്പിനേക്കാളും ഒരു ടോൺ ഡാർക്കറായിട്ടാണ്. ബീച്ച് ലൈൻ വന്നിരിക്കുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് ആണ്. അത്യാവശ്യം ഒരു ലൂസ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം തന്നെ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ സെയിം തന്നെയാണ്. വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വന്ന സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡ്സും സ്കാലപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ആ ഒരു മെഷ് എംബ്രോയിഡറിയുടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ട ഓൾമോസ്റ്റ് ഒരു 2.5 മീറ്റർ തന്നെ ലെങ്ത്ത് വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1050 ആണ് കേട്ടോ. ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചാൽ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് മാമ്പഴമഞ്ഞയുടെയൊക്കെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ വന്നിരിക്കുന്നത് ചിനോൺ ഫാബ്രിക്കിൽ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ യൂനെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന ഒരു ബോക്സ് പാറ്റേണിൽ വന്നിരിക്കുന്ന രീതിയിലാണ് ആ ഒരു മെഷ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ആണ് യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഇതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യുന്നത് ബോട്ടം ആണെങ്കിലും സാൻഡൂളിലാണ്. അത്യാവശ്യം ലൂസ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം കേട്ടോ. ദുപ്പട്ട വന്നിരിക്കുമ്പോഴത്തേക്കും സെയിം തന്നെ ചിനോൺ ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സൈഡിലാണെങ്കിലും ഫുള്ളായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്താൽ
ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനത്തെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാഷിങ്ങിലും ഒരു കംപ്ലൈൻറ്റും വരാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഷ്രിങ്കേജിൻ്റെ പ്രോബ്ലം അങ്ങനെ ഒന്നുമില്ല, കളർ ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം അങ്ങനത്തെ ഒന്നുമില്ലാത്ത നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ ടോപ്പിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. ബോട്ടം ആണെങ്കിൽ ഒരു 39 ഇഞ്ച് ലെങ്ത്തിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ 2.5 മീറ്റർ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 1050 ആണ്. ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളർ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മെറൂണും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട്. ഡാർക്ക് മെറൂൺ എന്ന് പറയും, അതിൻ്റെ ഒപ്പം തന്നെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് കൂടി ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ചിനോൺ ഫാബ്രിക്കിൽ തന്നെയാണ്. ഈ ഫാബ്രിക് എന്ന് പറയുമ്പോൾ ജോർജറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല ഒതുക്കം കിട്ടുന്ന ഒരു ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. നെക്ക് യൂണിക്ക് തന്നെയാണ്. യോക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്നത് മെഷ് എംബ്രോയിഡറി ആണ്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ആണെങ്കിലും സാന്തൂണിൽ വരുന്ന ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലൂസ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടമാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം തന്നെ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്നത് മെഷ് എംബ്രോയിഡറി ഉണ്ട് ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. ഇതൊരു ബഡ്ജറ്റ് റേറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ 3 പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 1050 മാത്രമേ ഉള്ളൂ. അതും റെഡി ടു വെയർ ആണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ്. നമുക്ക് ഓഫീസ് വെറൈറ്റി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഒരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 1050 ആണ് കേട്ടോ. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് സെയിം പാറ്റേണിലുണ്ട്. ഇതും കുർത്തി ടോപ്പ് ബോട്ടം സെറ്റിൻ്റെ കളക്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിന് കൂടെ ദുപ്പട്ടയില്ല, ടോപ്പ് ബോട്ടം മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. മെറ്റീരിയൽ വരുമ്പോൾ പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പീച്ച് കളറിലാണ്, പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല, ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നെക്ക് വരുമ്പോൾ യൂനെക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ വരുമ്പോൾ ഒരു സിഗ്സാഗിൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അത് വരുമ്പോൾ നമ്മുടെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് യോക്ക് പോർഷനിൽ ഒരു പാച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന മിറർ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ പ്രിന്റ് വന്നിരിക്കുന്ന ഫ്ലവേഴ്സ് ആണ്. പ്രിന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സെൽഫായിട്ട് വരുന്ന പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെ പെയിന്റ് അല്ല, സെൽഫായിട്ട് വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കേട്ടോ. താഴേക്ക് വരുമ്പോഴത്തേക്കും സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ടോപ്പിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ക്ലോസ് വ്യൂ കാണിച്ചു തരാവേ. ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡാർക്ക് പീച്ചാണ് ഈ കളർ വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്കാണ്. ഇതുപോലെയാണ് വരുന്നത്. യോക്ക് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ. ലൈറ്റായിട്ട് വരുന്ന മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് തന്നെയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ആ ഒരു സിക്സാഗിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട്. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സെയിം തന്നെ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ബോട്ടമാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഒരു പടി കൊടുത്തിട്ട് അവിടെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടത്തിൻ്റെ വൺ സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ലൂസ് കൺസെപ്റ്റിലാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലൂസ് ബോട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സിഗ്സാഗിൻ്റെ പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് ലൂസ് അല്ല, എന്നാലും അത്യാവശ്യം ഒരു ലൂസ് കൺസെപ്റ്റിലാണ് ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബോട്ടം ആണെങ്കിലും നല്ല ലെങ്ത്തിലുണ്ട്. ഒരു 40 ഇഞ്ചോളം ലെങ്ത് ബോട്ടത്തിൽ വന്നിട്ടുണ്ട്. നല്ല ലെങ്ത്തിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 899 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 2 ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ്. ഫസ്റ്റ് കാണിച്ചത് ചിനോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട കളക്ഷൻ ആയിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് വരുന്ന 3 കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കാണിച്ചത് ടോപ്പ് ബോട്ടം സെറ്റിൻ്റെ കളക്ഷനാണ്. അതും പ്യുവർ കോട്ടണിലാണ്. ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് കേട്ടോ ഈ 2 പാറ്റേൺസും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇടുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.